JBL ബൂംബോക്സ് എന്താല്ലേ. അപ്പോൾ ഇത് എൻ്റെ അല്ല കേട്ടോ, ഇതൊരു കസ്റ്റമർ നമ്മളെ തന്നെ ഒരു സബ്സ്ക്രൈബറാണ് ചാനലത്തെ എനിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടു തന്ന. ഓണാവും, പക്ഷേ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം, അത് നമുക്ക് നോക്കാം. പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് വീഡിയോയിൽ ബേസിനെ പറ്റി പറയാൻ വന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു കാര്യം ഈ വീഡിയോയിൽ കാണിച്ചത്. ഇപ്പോൾ നമ്മൾ ബേസ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് JBL എന്നുള്ള ചിന്ത വരുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് ഇതിൻ്റെ ഓഫായി കൊടുക്കൂ. അപ്പോൾ അത് ലോ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്ന്. അപ്പോൾ അതിൻ്റെ സർവീസ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ബാറ്ററി കൊടുത്തിട്ടുണ്ട്, ഇതുവരെ വന്നില്ല. ഒറിജിനലിന് കിട്ടുമോ നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ബേസിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബേസ് ഒരുപാട് വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബേസിനെ പറ്റി ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്, വലിയ വലിയ കിങ്സ് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് നമ്മളതായ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോയിലൂടെ ഒന്ന്, അതായത് അതിന് ബേസ് എന്നുള്ള ആ ഒരു കാര്യം ഒരുവിധ ആളുകൾക്ക് ഏത് തരത്തിലാണ് ഫീൽ ചെയ്യുന്നത്, ഏത് തരത്തിലാണ് നിങ്ങൾക്ക് ആ ബേസിനോട് താല്പര്യം, നിങ്ങളുടെ വീട്ടിലുള്ള ആ ഒരു ഡിവൈസിന് ബേസ് കിട്ടുന്നുണ്ടോ, ആ ബേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണോ വരുന്നത്, അതൊക്കെ ഇതിൽ ഒരു 3-4 ടോൺസ് ഉണ്ട്, അത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളത് ഇതിലൂടെ പ്ലേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശമൊക്കെ ഐഡിയ കിട്ടും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു ഫ്ലാറ്റ് ടോണാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ടോണാണ്. അപ്പോൾ ഞാൻ ടെസ്റ്റിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കില്ല, അങ്ങനത്തെ ടോൺ വെച്ചിട്ടാണ് എല്ലാ തരം വർക്ക് ചെയ്യുന്നുണ്ടോ, എല്ലാ തരം ലെവലും കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അതിന് ഒരുപാട് വലിയ വില കൂടിയ ഡിവൈസൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് മാനുവൽ സെറ്റപ്പുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു 5 ടോൺ, അപ്പോൾ 5 ലാസ്റ്റ് ഒരു ബേസ് ഡ്രോപ്പ് പോകും. അപ്പോൾ ആ ബേസ് ഡ്രോപ്പ് കറക്റ്റായി കിട്ടാത്ത 100 ആളുകളുടെ പരാതി എനിക്ക് എൻ്റെ നമ്മളെ വാട്സപ്പിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും വരുന്നുണ്ട്. ബേസ് ഡ്രോപ്പ് പോയി പോവുക ഡും, അതിൻ്റെ ശേഷം പിന്നെ ആ ഡ്രോപ്പില്ല. ആ ഡ്രോപ്പ് കിട്ടുന്നുണ്ടോ ഇല്ലേ, അതെങ്ങനെ കിട്ടണം, അതിനെന്തൊക്കെ അപ്പോൾ അവിടെ നിങ്ങളുടെ ഡിവൈസിന് പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്കും ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്ഷനാണിത്. ഫസ്റ്റ് തന്നെ ഞാനിപ്പോൾ ഒരു ടോൺ പ്ലേ ചെയ്യാം, ഒന്ന് കേട്ട് നോക്കുക. അത് കേൾക്കുന്നതിന് മുമ്പ് പ്ലസ് 1 മിനിറ്റ് അത് നിങ്ങൾ ഇയർഫോൺ കയ്യിലുണ്ടെങ്കിൽ ആദ്യം അത് വെച്ചൊന്ന് കേട്ട് നോക്കുക. അതാകുമ്പോൾ ശരിക്കും അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ടോൺ വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അവിടെ ഒരു ആംപ്ലിഫയറിലോ ബോക്സിലോ അല്ല അപ്ലൈ ചെയ്യുന്നത്, ഡയറക്റ്റ് അതിൽ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആയിരിക്കും ടോൺ, ഫ്ലാറ്റ് കറക്റ്റ് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ അത് ഇയർഫോണിലൂടെ കേൾക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അത് തന്നെ നിങ്ങൾ ഹോം തിയേറ്ററിലോ എന്താ ഡിവൈസ് ഉള്ളത് അതിലൂടെ പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കേട്ടത് തന്നെയാണോ അവിടെ കേൾക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഫസ്റ്റ് ടോൺ എന്ന് പറയുന്നത് നമുക്കൊരു പഞ്ച് ബേസാണ്, ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ ഇപ്പോൾ ഈ കേട്ട സംഭവം ഇത് ജസ്റ്റ് ഒരു സർക്കിൾ മാത്രം, ഒരു സൈക്കിൾ മാത്രമാണ് ഇപ്പോൾ പ്ലേ ചെയ്യുന്നത്. അതായത് ഒരു 4 സ്റ്റെപ്പ് ഒരു ടോൺ ലൂപ്പ് ചെയ്താണ് ആ കേൾക്കുന്ന സൗണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ കേട്ട ആ സൗണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആംപ്ലിഫയറിൽ കിട്ടുന്ന ഒരു ബേസ് ലെവലും വെച്ച് നോക്കുകയാണെങ്കിൽ എത്ര വ്യത്യാസം ചിലപ്പോൾ ഉണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ, ഇപ്പോൾ കേട്ട ആ ഒരു പഞ്ച് ബേസ് കിട്ടാത്തതിന് നല്ല സ്ട്രോങ് ബോക്സും നല്ല സ്ട്രോങ് ആംപ്ലിഫയറും പവർഫുൾ സബ്വൂഫറും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഈ ഫസ്റ്റ് പഞ്ച് ബേസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പഞ്ച് ബേസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ ഇയർഫോണിൽ നമുക്ക് ഫ്ലാറ്റ് റെസ്പോൺസ് ആയതുകൊണ്ട് നിങ്ങൾ ഇയർഫോണിലാണ് കേട്ടതെങ്കിൽ നിങ്ങൾക്ക് അത് കേൾക്കുന്നത് വളരെ കറക്റ്റായിരിക്കും. കാരണം അത് ആ ഒരു ഫ്രീക്വൻസികളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയ രൂപത്തിൽ ചെയ്തിട്ടുണ്ടാവും, നല്ല തരം ഇയർഫോൺ ആണെങ്കിൽ. അപ്പോൾ അതിലൂടെ നിങ്ങളിപ്പോൾ ഞാൻ ഇവിടുന്ന് എങ്ങനെയാണോ വിട്ടത് അതുപോലെ തന്നെ അവിടെ കിട്ടുന്നുണ്ടാവും. അത് നിങ്ങളുടെ ആംപ്ലിഫയറിലെത്തുമ്പോൾ അവിടെ എന്തൊക്കെ അവിടെ ലോസുകളുണ്ടോ അതൊക്കെ കടന്ന് വന്നിട്ടുള്ള സൗണ്ടാണ് നിങ്ങൾ കേൾക്കുക. അപ്പോൾ അത് രണ്ട് തരത്തിൽ പ്ലേ ചെയ്ത് നോക്കുക. ഇയർഫോണിൽ കേട്ട സ്പോട്ടിൽ തന്നെ നിങ്ങൾ കേട്ട് നോക്കുക, അത് തന്നെയാണോ ഫീൽ ചെയ്യുന്നത്. എങ്ങനെ കേട്ട് നോക്കണമെന്ന് വെച്ചാൽ EQയും ബേസ് ട്രബിളൊക്കെ ഉള്ളതാണെങ്കിൽ അധികമൊന്നും വെച്ച് കേൾക്കാതെ ഒരു 50% മാത്രം വെച്ചിട്ട് നിങ്ങൾ ബേസ് ലെവലൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യുക. എല്ലാ 5 ടോൺസും ബേസ് ആയതുകൊണ്ട് ട്രബിളും മിഡൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു ഫ്ലാറ്റ് ഒരു സെൻറ്റർ പോയിന്റിൽ വെച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ അത് ഡ്രോപ്പായി കാണുകയാണെങ്കിൽ ഈ കേട്ട പോലെ തന്നെ ഇയർഫോണിൽ കേട്ട പോലെ തന്നെ അല്ല നിങ്ങൾ ആംപ്ലിഫയറിൽ കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ആംപ്ലിഫയറിന് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. രണ്ടാമത്തെ ഒരു ടോൺ കേട്ട് നോക്കുക. എന്തൊക്കെയോ ഒരു ഡിസ്റ്റോഷൻ പോലെ തോന്നിയതെങ്കിൽ, അതായത് ചിലക്ക് ഇയർഫോണിന് ചിലപ്പോൾ അല്ലെങ്കിൽ ആംപ്ലിഫയറിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ആ സിഗ്നൽ ആ ടോൺ അങ്ങനെയാണ്. അങ്ങനത്തെ ടോൺസ് വെച്ച് ചെക്ക് ചെയ്യാതിരിക്കുക. ഈ തരം സൗണ്ടുകൾ വെച്ചിട്ടൊക്കെയാണ് നിങ്ങൾ ഈ ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആണ് എന്ന് തീരുമാനിക്കുന്നതെങ്കിൽ അതൊന്ന് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതി പറയുന്നത്. ഇപ്പോൾ കേട്ട ഈ രണ്ടാമത് കേട്ട ടോൺ
നിങ്ങൾക്ക് ഡിസ്റ്റോഷനായി തോന്നി, അതായത് ചിലമ്പിക്കലോ പതറിച്ചോ എന്തെങ്കിലുമായിട്ടോ വിറയ്ക്കുന്നതായിട്ടോ വൈബ്രേഷനൊക്കെ തോന്നുകയാണെങ്കിൽ, അതായത് ശരിക്കും ബേസിൻ്റെ ഒരു മൂഡ് കിട്ടുന്നില്ല എങ്കിൽ അവിടെ ആംപ്ലിഫയറിൻ്റെ ഒരു കുഴപ്പമുണ്ട്. കാരണം നിങ്ങളുടെ ആംപ്ലിഫയറിനോ സബ്വൂഫർ ബോക്സിനോ നിങ്ങളുടെ ചാനൽ സ്പീക്കേഴ്സ് ആയാലും ശരി, അതിന് ഫാസ്റ്റ് പഞ്ച് കൈകാര്യം ചെയ്യാനുള്ള പവറില്ല. അതാണ് ഒരു കാരണം. അപ്പോൾ മൂന്നാമത്തെ ടോൺ കേട്ടുക. ഇപ്പോൾ നിങ്ങൾ കേട്ടത് നല്ല അടിപൊളിയായിരിക്കും. ചിലപ്പോൾ എല്ലാവിധ ഡിവൈസിലും നല്ല അടിപൊളിയായി കേൾക്കുന്ന ഒരു ബേസ് ലെവലാണ് ഷാർപ്പ് ബീറ്റ് ബേസ്. നല്ല ബേസ് ഇങ്ങനെ അടിച്ചടിക്കും. അപ്പോൾ ആ രീതിയിൽ അടിക്കുന്ന ഒരു തരം ടോണാണ് ഇപ്പോൾ കേട്ടത്. ഇതിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും നിങ്ങളവിടെ കേൾക്കുന്ന എക്സ്പീരിയൻസ് ഞാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അത് എന്താണ് നിങ്ങൾ കണ്ടെത്തിയത് അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത അതിനൊരു ക്യൂറായിട്ട് നമുക്ക് അതെല്ലാവരുടെയും അഭിപ്രായം കൂട്ടിയിട്ട് നമുക്ക് അതിനോട് ഒരു സൊല്യൂഷൻ വീഡിയോ ചെയ്യാം. അപ്പോൾ ആ ബീറ്റ് നല്ല സ്ട്രോങ് ബീറ്റ് വരുന്നത് നിങ്ങൾക്ക് അവിടെ ഒരുവിധം എല്ലാവിധ ഇപ്പോൾ ബുക്ക് ഷെൽഫ് ആയാലും സാധാരണ സ്പീക്കേഴ്സ് ആയാലും സാറ്റലൈറ്റ് സ്പീക്കേഴ്സിൽ പോലും കേൾക്കുന്നത് നമുക്ക് ബീറ്റായിട്ട് കേൾക്കാൻ പറ്റിയൊരു ബേസാണ് ഇപ്പോൾ കേട്ടത്. ബേസ് ടോൺ അത് നമുക്ക് സബ്വൂഫറിലായാലും ബൂംബോക്സ് ആയാലും ഏതെന്നെ ആയാലും ശരി, അതിലൂടെ നല്ല അടിപൊളിയായിട്ട് നല്ല ബീറ്റ് വരും. പക്ഷേ അത് ഓവർ കയറ്റി കഴിയുമ്പോൾ നമുക്കത് വളരെ ഫാസ്റ്റ് പഞ്ചായതുകൊണ്ട് നല്ല ആംബിയർ പവർ നമുക്ക് ആംപ്ലിഫയറിനില്ലെങ്കിൽ ഡ്രോപ്പ് വരും, പതറിച്ച വരും. നാലാമത്തെ ടോൺ കേട്ട് നോക്കുക. വളരെ നോർമലായിട്ടുള്ള ഒരു ബേസ് ബീറ്റാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. ഈ ലാസ്റ്റ് ഇപ്പോൾ ഇത് മുമ്പ് പറഞ്ഞതും ഇപ്പോൾ കേട്ടതും വലിയൊരു വ്യത്യാസം ഇല്ലാത്ത ടൈപ്പാണ്. പക്ഷേ നല്ല കേൾക്കാൻ നല്ല രസമുള്ള ടൈപ്പ് ബേസാണ്. ഏറ്റവും 90% മ്യൂസിക്കുകൾക്കും പാട്ടുകൾക്കും ഒക്കെ ഈ തരത്തിലുള്ള ഈ രണ്ട് ബേസുകളാണ് ഉപയോഗിക്കാറ്. അടുത്ത ഒരു ഹാർഡ് പഞ്ച് എന്ന് കേട്ട് നോക്കുക. ഇപ്പം മുൻപ് പ്ലേ ചെയ്ത ടോൺസ് വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ കേട്ടിരുന്നെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ അത് ക്ലിയറായിട്ട് നിങ്ങൾക്ക് നല്ല സുഖമുള്ള ബേസായിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇതിൽ രണ്ടാമത് പറഞ്ഞത് കൂടാതെ ബാക്കി എല്ലാ ടോൺസും, ബാക്കി 3 ടോൺസും, ഇപ്പോൾ ലാസ്റ്റ് 5ാമത് പറഞ്ഞത് വരെയുള്ള ടോൺസും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആംപ്ലിഫയർ ഏകദേശം 90-80% കറക്റ്റാണ്, ഒരു കുഴപ്പമില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. മറ്റേ ക്ലിപ്പിങ്ങോ മറ്റോ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ സെറ്റിങ്സിൻ്റെയോ എന്തിൻ്റെയോ കുഴപ്പമായിരിക്കാം അവിടെ വരുന്നത്. ആംപ്ലിഫയർ മാത്രമല്ല, ഇത് മൊത്തത്തിലൊരു ഡിവൈസിനെ പറയുന്നത് സ്പീക്കർ ടു ആംപ്ലിഫയർ, മൊത്തത്തിൽ സോഴ്സ് മുതൽ സ്പീക്കേഴ്സ് വരെ ക്ലിപ്ഡ് സിഗ്നൽ വരുമ്പോഴും മറ്റെന്ത് വളരെ കൂടിയ ആംബിയർ വരേണ്ട സമയത്ത് വളരെ കൂടിയ തരത്തിലുള്ള സിഗ്നൽ വന്ന് കയറി പോകുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വല്ല ലെവലൊക്കെ ആയിരിക്കാം രണ്ടാമത് പറഞ്ഞ ഡിസ്റ്റോർഷൻ വരുന്ന ആ അവസ്ഥയിൽ വരുന്ന ടോൺ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടാവുക. പിന്നെ ഏറ്റവും വലിയ ഒരു പരാതി പറഞ്ഞാൽ ബേസ് ഡ്രോപ്പ് ഒന്ന് കേട്ട് നോക്കുക. അപ്പോൾ ഇത് വളരെ കൂടിയ ടൈപ്പോ ബൂസ്റ്റഡോ, അതായത് നോർമലി അല്ലാത്ത ഒരു രീതിയിലും റെക്കോർഡ് ചെയ്ത ഒരു ടോണല്ല. ഡയറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത അതേ ലെവലിൽ തന്നെ ഉള്ള ടോണാണ്. 1% പോലും അതിനൊന്ന് ബൂസ്റ്റ് ചെയ്തില്ല സിഗ്നൽ. കറക്റ്റ് എങ്ങനെയാണോ അത് പ്രൊഡ്യൂസ് ആയത് അതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾ കേട്ടുള്ളത്. അതായത് പക്ക ഫ്ലാറ്റ്, ഒരു എഡിറ്റും ചെയ്യാത്ത സാധനം. അപ്പോൾ അത് ആ ബേസ് ഡ്രോപ്പ് നിങ്ങളെ സബ്വൂഫറിലൂടെ ഒന്ന് ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കുക. നിങ്ങൾ ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ അതിൽ എന്തായാലും ബേസ് ഡ്രോപ്പ് വളരെ കൂടിയ തരത്തിലൊന്നും കിട്ടില്ല. ഒരു ലിമിറ്റ് ചെയ്യുമ്പോൾ അത് കട്ട് ഓഫ് ആവും, അതിൻ്റെ ലിമിറ്റ് ഉണ്ട്. കാരണം ചാനൽ സ്പീക്കേഴ്സിൽ നമുക്കിപ്പോൾ ഒരു 100 സംതിങ് ഒക്കെ കിട്ടിയാലേ, ഇപ്പോൾ 80 കിട്ടുന്ന വൂഫേഴ്സ് ഉണ്ടെങ്കിൽ ആ 80 താഴോട്ട് ബേസ് ഡ്രോപ്പ് പോകുന്നുണ്ട്. അത് സബ്വൂഫർ കൂടെ തന്നെ കേൾക്കുള്ളൂ. അപ്പോൾ അത് സബ്വൂഫർ ടെസ്റ്റ് ചെയ്യാനുള്ളതാണ്. സബ്വൂഫറിൽ ആ തരം ടോണ് വരുമ്പോൾ എന്തെങ്കിലും ഡിസ്റ്റോർഷൻ ഉണ്ടോ നോക്കുക. ഡിസ്റ്റോർഷൻ ഉണ്ടെങ്കിൽ 100% നിങ്ങൾ ആംപ്ലിഫയറും ബോക്സോ ഏതോ ഒന്ന് കംപ്ലൈൻ്റ് ആണ്. അതല്ല വെച്ചാൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ടോണ് കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചെക്ക് ചെയ്യേണ്ടത് എവിടേക്കാന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങളെ സബ്വൂഫറിൽ ലെവലിൽ ഇപ്പോൾ ലാസ്റ്റ് ബേസ് ഡ്രോപ്പ് വെച്ച് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സബ്വൂഫറിൽ വൈബ്രേഷൻ കേക്ക് അല്ലെ ചിലപ്പ് കേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊരു ആംപ്ലിഫയർ തന്നെ ആശ്രയിക്കണം. ആംപ്ലിഫയറിൻ്റെ ആണോ എന്ന് കൺഫേം ആക്കാൻ മറ്റൊരു ആംപ്ലിഫയർ അല്ലെങ്കിൽ മറ്റൊരു ബോക്സ് നിങ്ങൾ ഈ ആംപ്ലിഫയറിൽ കൊടുത്തു നോക്കണം. എന്തായാലും അവിടെ ഒരു ടാസ്ക് ഉണ്ട്, അവിടെ ഒരു ത്യാഗം ചെയ്യണം. നിങ്ങൾ ഒന്നുകിൽ ഈ ആംപ്ലിഫയർ ആയിട്ട് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോകണം, ഇതിന് ചിലപ്പുണ്ടെന്ന് പറഞ്ഞിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും ഒരു ആംപ്ലിഫയർ കൊണ്ടുവന്നിട്ട് ഈ ഡ്രോപ്പ് ചെക്ക് ചെയ്യുക. അപ്പോൾ കറക്റ്റാണ്, നല്ല ഡ്രോപ്പ് കറക്റ്റായിട്ട് പ്ലേ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആംപ്ലിഫയർ കംപ്ലൈൻ്റ് ആണ്. ഇനി അതല്ല അപ്പോഴും കുഴപ്പമാണെങ്കിൽ കൺഫേം ആണ് നിങ്ങൾ ബോക്സിൻ്റെ കുഴപ്പം. അപ്പോൾ ഈ 5 ടോൺ തന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞത് നിങ്ങളെ ബേസ് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് അവിടെ നഷ്ടം വരുന്നത്, ഏത് തരത്തിലാണ് അവിടെ ലോസ് ആവുന്നത്, ഏത് തരത്തിലാണ് ഡിസ്റ്റോർഷൻ ആവുന്നത് എന്നുള്ള ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള കുറച്ച് ടോൺസാണ്.
ഇത് ബേസിന് മാത്രമാണ്. കാര്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ബേസ് സബ്വൂഫർ പിന്നെ കുറച്ച് വലിയ ടൈപ്പ് 8 ഇഞ്ച് 10 ഇഞ്ച് അങ്ങനെ ടൈപ്പ് ചാനൽ സ്പീക്കേഴ്സ് ഉപയോഗിക്കേണ്ട അതിലൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ തോന്നുകയാണെങ്കിൽ ബേസ് കിട്ടായ്മ തോന്നുകയാണെങ്കിൽ ചെക്ക് ചെയ്യാനുള്ളതാണ്. ഇത് കഴിഞ്ഞാൽ അടുത്ത് നമുക്കൊരു ടോൺ വെച്ച് ചെക്ക് ചെയ്യാനുള്ളത്, അതായത് നമുക്ക് ഫ്രീക്വൻസി വെച്ചിട്ട് കറക്റ്റായിട്ട് വേണോ വർക്ക് ചെയ്യുന്ന എല്ലാ സ്പീക്കേഴ്സും എന്ന് അറിയാനുള്ളൊരു വീഡിയോ നമുക്ക് ഇതിൻ്റെ റെസ്പോൺസ് അറിഞ്ഞിട്ട് ചെയ്യാം. ഇതിൽ ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലാവായ്മയുണ്ടോ, അതായത് ഞാൻ പറഞ്ഞത് ക്ലിയർ ആവായ്മയുണ്ടോ, എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കമൻറ്റ് ചെയ്യാം. എന്നാലേ നമുക്കത് ക്ലിയർ ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് ക്ലിയർ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. ആ ക്ലിയർ ചെയ്യേണ്ടത് ഇപ്പോൾ വളരെ ദൂരത്തുള്ള ആളുകളാണ് എല്ലാം കൂടി ഇവിടെ കൊണ്ടുവന്നാൽ ഈ കാണുന്ന സ്ഥലമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ അവിടെ തന്നെ ചെയ്യാനുള്ള എല്ലാ വഴികളും നമ്മൾക്ക് വീഡിയോയിലൂടെ തന്നെ പറയാം. അപ്പോൾ അത് നോക്കി ക്ലിയർ ചെയ്താൽ മതി. പിന്നെ ഒരുപാട് ബേസ് ടിപ്സ് ഇതുവരെ ഈ ചാനലിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൽ പോയി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം.